വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ധനസഹായം നൽകില്ലെന്ന് ആവർത്തിച്ചു കേന്ദ്ര സർക്കാർ. എംപിമാർ ഒപ്പിട്ട് നൽകിയ നിവേദനത്തിലാണ് അമിത്ഷായുടെ മറുപടി. കേരളം ധനസഹായം ആവശ്യപ്പെട്ടത് ഏറെ വൈകിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഏറെ വൈകി എന്നുള്ളൊരു വിചിത്രമായ വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകുന്നു. എന്താണ് ഈ മറുപടിയിലുള്ളത്? അസിത, എന്തായാലും പ്രതീക്ഷിച്ചിരുന്ന മറുപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് ആ കേന്ദ്ര അവകാശം വീണ്ടും തുടരുന്നു എന്ന് വ്യക്തം. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എല്ലാ എംപിമാരും ഒപ്പിട്ട ഒരു നിവേദനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരിട്ട് നൽകിയത്. പിന്നീട് അദ്ദേഹം പരിശോധിക്കാമെന്ന് പറയുകയും ഇന്നിപ്പോൾ അതിലൊരു മറുപടി കത്ത് നൽകിയിരിക്കുകയാണ് അമിത്ഷാ. അതിൽ 3 പേജുള്ള കത്തിൽ വ്യക്തമാക്കുന്നത് കേന്ദ്രത്തോട് ധനസഹായം ചോദിക്കാൻ വേണ്ടി കേരളം ഏറെ വൈകി എന്ന ഒരു വിചിത്രമായ വാദമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നവംബർ 13-നാണ് ഒരു പാക്കേജ് ഉൾപ്പെടെ 2000-ലധികം കോടി രൂപയുടെ ഒരു പാക്കേജായി കേരളം ആവശ്യപ്പെടുന്നത്. നവംബർ 13-നാണ്. ഏകദേശം 3 മാസം വൈകി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഈ ഡിസാസ്റ്റർ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകിയ തുകയെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്രയും തുക നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്രം പറയുന്നു. അതുകൂടാതെ അവിടെ കേന്ദ്രസേനയെ ഇറക്കി വ്യോമസേനയുടെ സഹായം നൽകി, അങ്ങനെ നിരവധി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്രം നൽകിയ കാര്യങ്ങളെല്ലാം തന്നെയും അക്കമട്ടം നിർത്തിക്കൊണ്ട് ഇത്തരത്തിലെല്ലാം തന്നെയും സഹായം ചെയ്തു എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് നൽകാനാകുന്നത്? ദുരന്തമുണ്ടാകുന്നു ആദ്യ സമയങ്ങളിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി എത്തുന്നു, സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നു, കേരളം സഹായം ആവശ്യപ്പെടുന്നു. പ്രാഥമികമായ മെമ്മോറാണ്ടം നൽകാനാണ് ആദ്യം കേന്ദ്രം പറയുന്നത്, അത് നൽകുന്നു. പിന്നീട് വിശദമായ മെമ്മോറാണ്ടം നൽകാൻ ആവശ്യപ്പെടുന്നു, അത് നൽകുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട നടപടിക്രമങ്ങളാണ് സംസ്ഥാനം ഓരോന്നോരോന്നായി പാലിച്ചതല്ലേ? പക്ഷേ ഇപ്പോൾ കേരളം വൈകിച്ചു എന്നൊരു ന്യായവാദം ഉയർത്തി എങ്ങനെ രക്ഷപ്പെടാനാകും? തീർച്ചയായും അത് കേരളത്തോട് കാണിക്കുന്ന വലിയ വിവേചനമാണെന്ന കത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ മറുപടി കത്തിൽ തന്നെ അമിത്ഷാ പറയുന്നുണ്ട് ആദ്യം ആവശ്യപ്പെട്ടത് അടിയന്തരമായ ധനസഹായമാണ്, എന്നാൽ വിശദമായ പാക്കേജ് ആവശ്യപ്പെടാൻ വേണ്ടി വൈകി എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ ഈ സാങ്കേതികമായി ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ മണിപ്പൂരിനും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിനും അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെയും 100 കോടിയും 50 കോടിയൊക്കെ തന്നെ ഇത്രയും ഒരു വലിയ ദുരന്തം, ഇത്ര വലിയ ആഘാതമുള്ള ദുരന്തം അല്ലാഞ്ഞിട്ട് പോലും ഉടനടി കൊടുക്കുന്ന ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതുകൂടാതെ NDA ഭരിക്കുന്ന ആന്ധ്ര, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രളയ സഹായം എന്ന രീതിയിൽ തന്നെ 1000-ലധികം കോടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേന്ദ്രം ഈ ഒരു പാക്കേജിൻ്റെ സമയം വൈകി എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി, വിചിത്രമായ വാദം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഒരു അടിയന്തരമായ ധനസഹായം ഇപ്പോൾ നൽകില്ലെന്ന ഒരു സൂചന ലഭിക്കുന്നത്. എന്തായാലും പരിശോധിക്കട്ടെ എന്നുള്ളൊരു മറുപടി മാത്രം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. അതായത് ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകിയ തുക അത് ഇനിയും ബാക്കിയുണ്ട്, ഏകദേശം 190 കോടിയോളം രൂപ നൽകി കഴിഞ്ഞു എന്നുള്ളൊരു മറുപടി കൂടി ഇപ്പോൾ അമിത്ഷാ പറയുകയും ചെയ്യുന്നു. എന്തായാലും നേരത്തെ ഏത് രീതിക്കാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്, അതിൽ നിന്ന് ഒരു അല്പം പോലും മുന്നോട്ട് വന്നിട്ടില്ല. അതായത് കേരളത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ പോലും കൂടുതൽ ധനസഹായം നൽകാനുള്ള സാധ്യതയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് 24 എംപിമാർ ഒപ്പിട്ട ഒരു നിവേദനം നൽകിയത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നേരിട്ട് പോയി തന്നെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതുകൂടാതെ ഈ കേന്ദ്രം ആവശ്യപ്പെടുന്ന രീതിക്ക് തന്നെ കൃത്യമായ വിശദമായ റിപ്പോർട്ട് അടക്കമെല്ലാം തന്നെയും സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം വലിയ മോഹന വാഗ്ദാനമൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം അന്ന് പോയത്. പക്ഷേ ഒരു നാട് തന്നെ ഇല്ലാതായ ഒരു വലിയ ദുരന്തം, ആ ദുരന്തത്തെ അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ തുകയുണ്ട്, പണം ബാക്കിയുണ്ട് എന്നുള്ള വാദം ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ അല്ലേ? ആ പണം പര്യാപ്തമാണോ എന്നുള്ളത് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ വരുന്ന വിഷയമേ ആകുന്നില്ലേ? സ്വാഭാവികമായിട്ടും ഈ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ പേര് പറഞ്ഞാണ് കേന്ദ്രം ഈ ഒരു സഹായം എല്ലാം തന്നെ നിഷേധിക്കുന്നത്. നമുക്കറിയാം, ഈ ദുരന്ത നിവാരണ ഫണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു കേന്ദ്ര വിഹിതമാണ്. ആ ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറയുന്നത് എല്ലാ കലാമിറ്റികൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഫണ്ടാണ്. അതിൽ പോലും വളരെ വലിയ വിവേചനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെയും 1000 കോടിയിലധികം കൊടുക്കുമ്പോൾ കേരളത്തിന് വെറും 100-150 കോടി രൂപ മാത്രമാണ് നൽകുന്നത്. അത്തരത്തിലാണ് ഈ ദുരന്ത നിവാരണ ഫണ്ട്. മാത്രമല്ല, ആ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കുന്നതിന് വളരെയധികം
മാനദണ്ഡമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് ഒരു വീട് നഷ്ടപ്പെട്ടാൽ 1.50 ലക്ഷത്തിലധികം രൂപ നൽകാൻ കഴിയില്ല. ഒരു റോഡ് അല്പമുള്ള റോഡുകൾ എല്ലാം തന്നെ പോയി കഴിഞ്ഞാൽ ഒരു 50,000 രൂപയിൽ കൂടുതൽ പൊതുമരാമത്ത് വകുപ്പുകൾ നൽകാൻ കഴിയില്ല. അങ്ങനെ എല്ലാം തന്നെയും അതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. നമുക്കറിയാം ഇവിടെ 400-ലധികം പേര് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എത്രത്തോളം ആ ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയ ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ ഒരു തീവ്ര വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തിയാൽ മാത്രമേ മറ്റുള്ള എംപിമാർക്കെങ്കിലും എംപിമാരുടെ ഫണ്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു രീതിക്ക് പോലും കേരളത്തിന് സഹായം ലഭിക്കാത്ത രീതിയിൽ വളരെ കരുതലോടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 1 രൂപ പോലും കേന്ദ്ര ധനസഹായം ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 പേജുള്ള റിപ്പോർട്ടിലോട് ചൂണ്ടിക്കാട്ടുന്നതും ഇത് തന്നെയാണ്. കേന്ദ്രം മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു ശരി റിപ്പോർട്ട് സിബി, ഏതായാലും കേന്ദ്രം ഒടുവിൽ അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നു, എംപിമാർ നൽകിയ നിവേദനത്തിൽ വയനാടിന്റെ പേരിൽ കേരളത്തിന് ഈ സഹായമില്ല.